ഹലോ ചങ്ങായിമാരെ, ഞാനിന്ന് എൻ്റെ ഒരു ചെറിയൊരു കിച്ചൺ ടൂറായിട്ട് വന്നതാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് നേരെ പോയത്, ബ്രഷൊക്കെ ചെയ്ത് നേരെ പോയത് കിച്ചണിലേക്കാണ്. കിച്ചണിലെത്തി ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തു. ഫുൾ അലങ്കോലേക്ക് എടുക്കുകയാണ് ഗൈസ്. ഞാൻ ഒരാളേ ഉള്ളൂ. ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ഒരു വായാരാണ് ഈ കാണുന്നത്. എന്തെല്ലാം ചോറയാ നോക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തി അതിൽ തന്നെ വാഷ് ബേസിലൊക്കെ കുറേ പാത്രങ്ങളുണ്ട് കഴുകി വെക്കാൻ. അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത പരിപാടി തുടങ്ങാം. അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ കൈവെക്കായി. എത്രയാ പാത്രം? ആകെ ഒരാളേ ഉള്ളൂ ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ. പക്ഷെ എന്താ പറയുക, ഇത് ഡെയിലി സ്ഥിരമായിട്ടുള്ളൊരവസ്ഥയാണ് എൻ്റെ റൂമിൻ്റെ, എൻ്റെ കിച്ചണിൻ്റെ. കിച്ചൺ മാത്രമല്ല, റൂമും അങ്ങനെ. കാര്യമായിട്ട് ഞാൻ പുറത്തേക്കൊന്നും പോകാറില്ല. കാര്യമായിട്ട് എനിക്ക് പണിയുമില്ല. ഇപ്പം ഞാൻ 2 മാസം ലീവാണ്. ഇവിടെ പണിയില്ല. നമ്മുടെ ഷെയ്ഖ് മറക്കാൻ സാഫർ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 മാസം ഫ്രീ ആണ്. പക്ഷെ എന്നാലും അലക്കാനും ഉണ്ടാവും ഇഷ്ടം പോലെ. ഇതേപോലെ കിച്ചണിൽ പാത്രങ്ങൾ കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനും ഉണ്ടാവും. അതെന്താണെന്നറിയില്ല, ഒരാളെ കഴിക്കാനുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെയാണോ ഗൈസ്? അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. എത്രയായത്? ഇതെല്ലാം കാണുമ്പോൾ വിചാരിക്കും ഹോട്ടലിൽ നിന്നിട്ട് കഴിക്കാം. പക്ഷെ എനിക്കാണെങ്കിൽ ഈ ഹോട്ടൽ ഫുഡ് അത്ര ഇഷ്ടമല്ല. കഴിക്കില്ല എന്നല്ല, നന്നായിട്ട് എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് വളരെ രുചിയോടുകൂടി ഉണ്ടാക്കുക, കഴിക്കുക. ഇനി അതിലിപ്പം കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയാലും മുളക് കുറഞ്ഞു പോയാലും ആരോടും പരാതിയൊന്നും പറയാനില്ല. ഇതൊക്കെ ഇവിടെ പ്രവാസത്തിലിരിക്കുമ്പം മാത്രമാണ്. നാട്ടിലാണെങ്കിൽ ഉപ്പ് കുറഞ്ഞാലോ പുളി കുറഞ്ഞാലോ എരിവ് കുറഞ്ഞാലോ നല്ല തെറി കൊണ്ടാട്ടി കേൾക്കും. അതങ്ങനെയാണ്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ കിച്ചൺ? ഓക്കെ, നല്ല കുട്ടപ്പനൊക്കെ എടുത്തില്ലേ? ഇതാണ് ഗൈസ് എൻ്റെ കിച്ചൺ ടൂർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്യാൻ മറക്കരുതേ. നോക്കിയാൽ ഗൈസ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി ക്ലീൻ ആൻഡ് നീറ്റാക്കി. പക്ഷെ പഠിക്കണ്ട, നാളെ രാവിലെ ആകുമ്പോൾ ആദ്യം ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇനി കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരിയെടുത്ത് കഴുകി. നല്ല ചോറും നല്ല പരിപ്പ് കറിയും, പിന്നെ നമ്മളെ ഉണക്ക ചെമ്മീനില്ല, ചെറിയ ചെമ്മീൻ, അതും തേങ്ങയും വറ്റൽമുളകും പച്ചമുളകും നല്ല കൊച്ചുള്ളിയും ഒക്കെ ഇട്ടിട്ട് പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തിയും. ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ ഗൈസ്? പ്രവാസ ജീവിതത്തിലുള്ളവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കാറാണോ, ഹോട്ടലിൽ നിന്ന് കഴിക്കാറാണോ? ഇനി അത് ഫുഡ് ഉണ്ടാക്കാൻ ടൈം കിട്ടാറില്ലേ? പക്ഷേ അൽഹംദുലില്ലാ, എനിക്ക് എവിടെ ചെന്നാലും ഇന്ന് വരെ ഗൾഫിൽ വന്നിട്ട് ഭക്ഷണത്തിനോ റൂമിനോ ഇതിനൊന്നും വലിയ കഷ്ടപ്പാട് ഉണ്ടായിട്ടില്ല. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ബാക്കിയെല്ലാം എന്താ പറയുക, ലൈഫ് നല്ലൊരു സ്റ്റൈൽ ലൈഫ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. അതെന്തൊരു ഭാഗ്യം. അത് കിട്ടാൻ തന്നെ ഏറ്റവും വലിയ പുണ്യം ചെയ്യണം. വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. പൈസയൊക്കെ നമുക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല വസ്ത്രങ്ങളും നല്ല റൂമും നല്ല ഫുഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചു. ഇനി പരിപ്പെടുത്ത് വെക്കണം. പിന്നെ പരിപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടണം. ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്യണേ. തട്ടിക്കൂട്ട് ഇങ്ങനത്തെ ചെറുകിട തട്ടിക്കിട്ടുമായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അങ്ങനെ പരിപ്പ് കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയായിട്ടേ ഇടും. പരിപ്പ് കറി ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. പരിപ്പ് കഴുകി അടുപ്പത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഒരു 1 സ്പൂൺ മുളക് പൊടി ഇട്ട് ഈ സവോള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി അരിഞ്ഞ് അതിലേക്കിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില താളിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. കഴിഞ്ഞു. പിന്നെ ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ.
ഇവിടെ ടൈമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ, എൻ്റെ എല്ലാ വീഡിയോസും കാണുക. സപ്പോർട്ട് ഇതുവരെ തന്ന പോലത്തെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും തരിക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ബായ്.